ലാൽകുമാർ, ഭീകരവാദത്തിനെതിരെ അവർ എന്ന് വിശേഷിപ്പിക്കുന്നു, ഭീകരവാദികളെ അവർ എന്ന് വിശേഷിപ്പിച്ച് അവരുടെ സഹോദരിയെ അയച്ചു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത പൊള്ളൽ ഇപ്പോൾ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇൻ ജനറൽ സംഘപരിവാർ എന്ന് ചേർത്ത് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് ശ്രീ ലാൽകുമാർ? അല്ല, ലാൽകുമാർ ഞാൻ പറയട്ടെ. പറയൂ. നോക്കൂ, ഇവിടെ പ്രശ്നം എന്താ, ഞാനത് വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവരാം. ഇവർ പറയുന്ന ബ്ലെയിം ഗെയിം ആണല്ലോ ഈ നടക്കുന്നത്, ആണല്ലോ ബ്ലെയിം ഗെയിം. ഈ RSSൻ്റെ ജെ നന്ദകുമാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവുണ്ട്, RSSൻ്റെ പേരാണല്ലോ പ്രശ്നം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പെഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികൾ സുപ്രീം കോടതിയാണെന്നാണ്. ഇത് വാർത്ത വന്നതാ, അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉണ്ട്. എന്താ മറുപടി എന്താണെന്ന് ചോദിച്ചേ? പേരുണ്ടല്ലോ, സുപ്രീം കോടതിയാണോ ഉത്തരവാദികൾ? MA ബേബി പറഞ്ഞത് ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് ഇവിടെ CPMൻ്റെ പ്രതിനിധി വ്യക്തമാക്കി പറഞ്ഞു എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത്. കാര്യം അബ്രഗേഷൻ ഓഫ് 370 അത് ഒരു കാരണവശാലും തീവ്രവാദത്തെ തടഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റുമാണ്, അതിനകത്തൊരു തെറ്റും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ നമുക്ക് പറഞ്ഞ് ഇങ്ങനൊരു ഫോൾസ് നറേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പറഞ്ഞ് വിജയിക്കാൻ പറ്റത്തില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് പെഹൽഗാം ആക്രമണം പാകിസ്ഥാനിൽ നിന്ന് വന്ന ലക്ഷറി തോയ്ബയുടെ ഓഫ് ഷൂട്ടിൽ നിന്ന് വന്നതാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്ന ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പം പാകിസ്ഥാനെ ആക്രമിക്കുന്ന അതേ വിഷയം RSSകാരന് നന്ദകുമാറിന് എങ്ങനെ സുപ്രീം കോടതിയുടെ മണ്ടയ്ക്ക് ഉത്തരവാദിത്വം വെക്കാൻ പറ്റും എന്ന് പറയണ്ടേ? അങ്ങനെ വെക്കാൻ പറ്റുന്നേ? RSSകാരൻ ജെ നന്ദകുമാർ സംഘപരിവാർ ഏതാന്നുള്ളതാണല്ലോ ചോദ്യം. RSSകാരൻ ചോദിച്ച് ചോദ്യം മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതെ, അങ്ങയോടാണ് ചോദ്യം ലാൽകുമാർ വെച്ചത്. അല്ല, ഞാൻ ശ്രീ ലാൽകുമാർ അദ്ദേഹം ബഹുമാനനായിട്ടുള്ള എന്റെ സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തിനോട് ഒറ്റ കാര്യമേ പറയാറുള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ തന്നെ എന്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ്, പാർട്ടിയുടെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിനെ എടുത്തു പറയുക എന്നുള്ളതല്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയുടെ സർക്കാരിന്റെ സംവിധാനം അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെ മുഴുവൻ തന്നെ അദ്ദേഹത്തിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സംഭവം ഇത്രേ ഉള്ളൂ. ഇവർക്ക് ഇപ്പൊ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ, ജെ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുകയും ഈ എല്ലാ കോണുകളിലും പോയി പ്രസംഗിക്കുന്ന ആളുമാണ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സുപ്രീം കോടതിക്കെതിരെ. സുപ്രീം കോടതിയിലെ കൊളീജിയം എമ്പുരാന്മാർ അവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രയോഗം നടത്തിയത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇങ്ങനെ 1000 പേരുണ്ട്, സർസംഘചാലക് പറഞ്ഞാൽ മാത്രമേ അപ്പം ഈ പറയുന്ന അഭിപ്രായമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ സർസംഘചാലക് പറയണം. നിങ്ങളുടെ പറയുവോ? പ്രധാനമന്ത്രി പറയണം മിണ്ടാതിരിക്കാൻ. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അത് പറയാതിരുത്തിട്ട് ഇപ്പം CPMന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ താഴെയുള്ള ഈ പറയുന്ന വാലറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്, കേരളത്തിൽ അത് കാരണമാണെന്ന് പറയുകയാണ്, അതിന് വലിയ അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. ആ അക്സെപ്റ്റൻസിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഏതാണ് നമ്മൾ പിടിക്കേണ്ടത്? നിങ്ങൾക്ക് ഏതിലാണ് ലയബിലിറ്റി ഉള്ളത്? ഒരാള് ഏറ്റവും വർഗീയമായ ഒരു കാര്യം താഴെ പറഞ്ഞാൽ അയാൾക്ക് ലീഗൽ ലയബിലിറ്റി ഇല്ലേ? നിക്ക് ഞാൻ പറഞ്ഞു നിക്ക് ഞാൻ പറയട്ടെ. ഞാൻ താങ്കൾ സംസാരിച്ച് വേണ്ടതില്ല, ഇടപെടത്തുമില്ല, എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാര്യം ആരാണ് പറയേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നില്ലെന്നേ. ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുമ്പം ഈ താഴെ പറയുന്ന വാലറ്റങ്ങളെല്ലാം ടെയിലൻഡേഴ്സ് എല്ലാം, നിങ്ങൾ പറയുന്ന ടെയിലൻഡേഴ്സ് അവരെല്ലാം കയറി ഗോളടിക്കുക. അതിനെതിരെ എന്താ നമ്മുടെ നിലപാടെടുക്കണ്ടേ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം റഫർ ചെയ്യണ്ടേ? ഈ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? നോക്കൂ, പെഹൽഗാമിൽ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് വരുന്നു. ആ പേര് കൊടുത്തത് പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞു. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തൊരു നല്ല ഒരു സിംബോളിക്കാന്ന് പറഞ്ഞു. അതിൻ്റെ സെക്യുലർ ആസ്പെക്റ്റ് ഒക്കെ പോട്ടെ, അത് നല്ലതായിട്ട് നിൽക്കുന്നു. 2 സ്ത്രീകളെ ഫീൽഡ് ചെയ്യുന്നു. ആദ്യത്തെ 15 ദിവസം നിങ്ങളെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് കാര്യം there is absolute inaction from your side. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ടോട്ടൽ ഇനാക്ഷൻ 15 ദിവസം വരുമ്പം
ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ബാക്കിയുള്ളവരും ചോദിക്കത്തില്ലേ, ഈ പറയുന്ന 28 പേരുടെ ജീവൻ പോയ വിഷയത്തിൽ നിങ്ങൾ സർക്കാർ എന്താണ് പ്രതികരിക്കാത്തത്, മിണ്ടാത്തത്? സർക്കാർ പ്രതികരിച്ചപ്പോൾ പിന്നെന്താ നമ്മുടെ ജോലി? സർക്കാരിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ രാഷ്ട്രം ഒന്നിച്ചായിരുന്നു ആ വിഷയത്തിൽ. കാര്യം BJP എന്നോ കോൺഗ്രസ് ഒന്നുമില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വരുന്നു, ആക്രമിക്കാൻ പറയുന്നു, സൈനികർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ആക്രമിക്കുന്നു. ആരാണ് ഒരു മോശം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ആക്രമണം കഴിഞ്ഞു, സീസ് ഫയർ വന്നു, അത് കഴിഞ്ഞ് ആ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്യും, നിങ്ങളോട് ചോദിക്കും എങ്ങനെ തീവ്രവാദികളോട് എത്തി. അതേ ചോദ്യം നിങ്ങൾ അജ്മൽ കസബിന്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ? അങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ഇപ്പുറത്ത് ചോദിച്ചുകൂടെ? രാജ്യം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കുള്ള കൗണ്ടർ പരിപാടി ഈ ചോദ്യങ്ങൾ വരാതിരിക്കാനുള്ള, ഈ പറയുന്ന ചോദ്യങ്ങൾ എങ്ങനെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി, എങ്ങനെ ഇന്റലിജൻസ് ലാപ്സ് ഉണ്ടായി, രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഇന്റലിജൻസ് ഫെയിലിയർ ഒക്കെ സാധാരണഗതിയിൽ സംഭവിക്കാം. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ മഹാരാജ്യത്ത് ഇത് ചിലപ്പം ഒരു 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 സംഭവമൊക്കെ ചിലപ്പോൾ ഒരു വീക്ക്നെസ് ഒക്കെ വരാം. പക്ഷേ സെക്യൂരിറ്റി ഫെയിലിയർ അങ്ങനെ ഇങ്ങനൊരു സംഭവം അവിടെ തുറന്നു കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. ഇവർ ചെയ്യുന്ന എന്താ? ഇവരുടെ ആൾക്കാർ ഈ കീഴിലുള്ള വാലറ്റം ചെയ്തുകൊണ്ടിരുന്ന എന്താ? ഒമർ അബ്ദുള്ളയ്ക്ക് അതിന് ഉത്തരവാദിത്വം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒമർ അബ്ദുള്ളയ്ക്ക് സുപ്രീം കോടതി വഴി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഒമർ അബ്ദുള്ളയാന്നൊരു ഇത് വരത്തില്ലേ? അതിപ്പോഴും യൂണിയൻ ടെറിട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സെൻട്രലിൻ്റെ കയ്യിലാണെന്നാണ്, അമിത്ഷായുടെ കയ്യിലാണെന്നാണ്. അപ്പോഴും പഴി മറ്റൊരാൾക്ക്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന പഴി, നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിൽ വരുമ്പം നിങ്ങൾക്ക് പഴി മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ പ്രശ്നം. നിങ്ങൾ പെട്ടെന്ന് അത് രാജ്യത്തിന്റെ താല്പര്യം, ദേശീയത, ദേശവിരുദ്ധത എന്ന് പറയുന്ന വലിയ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകും. അതിൽ നിസ്സഹാരായി നിൽക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. നോക്കൂ, 2019 ഇവിടെ ആക്രമണം നടന്നപ്പം ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയാണ്. വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരു BJPയുടെ പ്രതിനിധി പറയുകയാണ് ഞാൻ പറയുന്ന രാഷ്ട്രവിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ആണ്. അന്ന് അദ്ദേഹം പറഞ്ഞാണ്. കാര്യം പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമാണ്. ഒരാളെ ബ്ലാങ്കറ്റ് ഒരു ബ്രാക്കറ്റിലോട്ട് മാറ്റുകയാണ്, ഇന്ന ആൾ രാജ്യവിരുദ്ധനാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലേഡിക്ക്, ആ ലേഡിക്ക് അവർക്ക് അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ശത്രുവിനെ ആക്രമിച്ച് കൊന്നാൽ മാത്രം പോരാ, അവർ വീണ്ടും വിളിച്ചു പറയണം ഞാൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്ന്. സൗകര്യമില്ല. നമുക്ക് അങ്ങനെ പറയാൻ സൗകര്യമില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ഭാരത് മാതാ കി ജയ് എന്ന് പറയുക. ഇപ്പൊ അസിത ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് എന്നോട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല പറയാൻ. അതുകൊണ്ട് അതെന്റെ ഈ രാജ്യത്തോടുള്ള താല്പര്യത്തിന് കുറവാക്കുന്ന കാര്യമാണോ? എൻ്റെ ഈ രാജ്യത്തോടുള്ള താല്പര്യം എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, എൻ്റെ ആത്മാവിനകത്ത് നിൽക്കുന്ന സാധനമാണ്. അത് ഒരിടത്ത് നിന്ന് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ വരില്ല. 4 പേര് കൂടി എന്നെ കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചാൽ നടക്കില്ല. അങ്ങനെയുള്ള നറേറ്റീവാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. ഒരു മാധ്യമം എംബോക്കി അയാൾ പറഞ്ഞെന്താ, ഒരു മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് പറയുക ഭാരത് മാതാ കി ജയ്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മോശക്കാരനാ. അയാൾ മോശമൊന്നുമല്ല. ഭാരത് മാതാ കി ജയ് എന്ന് അയാൾക്ക് ആ ഫ്ലോറിൽ വിളിക്കാൻ പറ്റിയില്ല. അത് മറ്റൊരാളുടെ നിർബന്ധത്തിൽ വരേണ്ട കാര്യമല്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഉള്ളിൽ നിന്ന് വിളിക്കാനാണെങ്കിൽ നമ്മൾ വിളിക്കുകയും ചെയ്യും. നിന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് താല്പര്യത്തിന്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ താല്പര്യത്തിനനുസരിച്ച് അപ്പുറത്തിരുന്നവൻ തുള്ളിക്കോണം. അത് ഞാൻ മാധ്യമപ്രവർത്തകനെ പറയുന്നത് മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പം മറ്റവന്റെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നവൻ തുള്ളിയില്ല എങ്കിൽ അവൻ രാജ്യവിരുദ്ധനാവും. അതിന് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം അങ്ങ് നോക്ക്. എനിക്കതാ പറയാനുള്ളൂ. ശരി.